വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പറയട്ടെ, നിങ്ങൾ ഇതുവരെ ഉസ്താദ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കാതിരിക്കുക. എങ്കിൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. 11ാമത്തെ ചോദ്യം, ഗാർഡനറുടെ ബഹുമുഖ ബുദ്ധിയിൽ ഉൾപ്പെടാത്തത്? Which among the following does not belong to the multiple intelligence given by Gardner? ഹൊവാർഡ് ഗാർഡനറുടെ ബഹുമുഖ ബുദ്ധി അഥവാ മൾട്ടിപ്പിൾ ഇന്റലിജൻസിൽ ഉൾപ്പെടാത്തത് ഏതാണ്? എ, പൊതുവായ ബുദ്ധി അഥവാ ജനറൽ ഇന്റലിജൻസ്. ബി, സംഗീതപരമായ ബുദ്ധി അഥവാ മ്യൂസിക്കൽ ഇന്റലിജൻസ്. സി, പ്രകൃതിപര ബുദ്ധി നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ്. ഡി, ശാരീരികപരമായ ബുദ്ധി ബോഡിലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ്. എ ആണ് ഉത്തരം, പൊതുവായ ബുദ്ധി ജനറൽ ഇന്റലിജൻസ്. അങ്ങനെ ഒരു ബുദ്ധിയെ കുറിച്ച് ഹൊവാർഡ് ഗാർഡനർ അദ്ദേഹത്തിന് മൾട്ടിപ്പിൾ ഇന്റലിജൻസിൽ പറയുന്നില്ല. അതുകൊണ്ട് എ ആണ് ഈ ചോദ്യത്തിന് ഉത്തരം, പൊതുവായ ബുദ്ധി അഥവാ ജനറൽ ഇന്റലിജൻസ്. ഹൊവാർഡ് ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട ഭാഗം വളരെ പ്രാധാന്യമുള്ളതാണ്. 2019 കേറ്ററ്റ് പരീക്ഷയിലും ഇത് സംബന്ധമായ ചോദ്യം വന്നിരുന്നു. അത് അപ്പോൾ നമ്മൾ വിശദീകരിച്ചതാണ്. 2019 കാറ്റഗറി 1 ചോദ്യം നമ്മൾ വിശദീകരിച്ചല്ലോ. അപ്പോൾ അതിൽ 23ാമത്തെ ചോദ്യം, റാണി നല്ല നേതൃപാഠവും സഹപാഠികളുമായി നല്ല ബന്ധം നിലനിർത്താൻ കഴിയുമുള്ള ഒരു കുട്ടിയാണ്. അവൾക്കുള്ളത് ഏത് തരം ബുദ്ധിയാണ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ അതിപ്പോൾ വിശദീകരിക്കുന്നില്ല. അത് നേരത്തെ 2019 കാറ്റഗറി 1 ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അത് വിശദീകരിക്കുന്നില്ല. ഇത് കാറ്റഗറി 1 മാത്രമല്ല ഇതിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ ഉണ്ടായത്. എല്ലാ കാറ്റഗറികളിലും നമുക്കിത് കാണാവുന്നതാണ്. അതുകൊണ്ട് ഇത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കുക. ഇവിടെ കൊടുത്ത ഈ ചിത്രത്തിൽ നമുക്ക് കാണാം, വളരെ ചുരുക്കിയിട്ട് കൊടുത്തിരിക്കുകയാണ്. ബോഡിലി കൈനസ്തെറ്റിക്, ഇന്റർപേഴ്സണൽ, വെർബൽ ലിംഗ്വിസ്റ്റിക്, ലോജിക്കൽ മാത്തമാറ്റിക്കൽ, നാച്ചുറലിസ്റ്റിക്, ഇൻട്രാപേഴ്സണൽ, വിഷ്വൽ സ്പേഷ്യൽ, മ്യൂസിക്കൽ. ഇങ്ങനെ 8 തരമാണ്, 8 തരം ബുദ്ധി ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നാച്ചുറലിസ്റ്റിക് എന്നതാണ് ഏറ്റവും അവസാനമായിട്ട് അദ്ദേഹം ഇതിനോട് കൂട്ടിച്ചേർത്തത്. 12ാമത്തെ ചോദ്യം, മാസ്ലോയുടെ അവശ്യ ശ്രേണിയിലെ ഏറ്റവും താഴെയുള്ള ആവശ്യം ഏതാണ്? അബ്രഹാം മാസ്ലോയുടെ അവശ്യ ശ്രേണിയിലെ ഏറ്റവും താഴെയുള്ള ആവശ്യം ഏതാണ്? Which among the following is the lowest need in the Maslow's hierarchy of needs? A, cognitive. B, ശരീരശാസ്ത്രപരമായത് അഥവാ ഫിസിയോളജിക്കൽ. സി, ബഹുമാനം അഥവാ എസ്റ്റീം. ഡി, സുരക്ഷ അഥവാ സേഫ്റ്റി. ബി ആണ് ഉത്തരം, ശരീരശാസ്ത്രപരമായത് അഥവാ ഫിസിയോളജിക്കൽ. ബി ആണ് ഉത്തരം, ഫിസിയോളജിക്കൽ. അബ്രഹാം മാസ്ലോവിന്റെ ഹൈറാർക്കി ഓഫ് നീഡ്സും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ്. 2019 ഫെബ്രുവരിയിലെ കേറ്ററ്റ് പരീക്ഷയിലും ഇത് സംബന്ധമായ ചോദ്യം വന്നിട്ടുണ്ട്. 10ാമത്തെ ചോദ്യം, കാറ്റഗറി 1 10ാമത്തെ ചോദ്യവും അബ്രഹാം മാസ്ലോവിന്റെ ഹൈറാർക്കി ഓഫ് നീഡ്സിനെ സംബന്ധിച്ചായിരുന്നു. അപ്പൊ അതിന്റെ ക്രമമൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കി വെക്കുക. ഏറ്റവും താഴെയാണ് ഫിസിയോളജിക്കൽ ഉള്ളത്, അതിന്റെ മുകളിൽ സേഫ്റ്റി, അതിന്റെ മുകളിൽ ലവ് ഓർ ബിലോങ്ങിങ്, അതിന്റെ മുകളിലാണ് എസ്റ്റീം, ഏറ്റവും മുകളിലാണ് സെൽഫ് ആക്ച്വലൈസേഷൻ. ഇതിന്റെ വിപുലീകൃതമായ ഒരു രൂപമുണ്ട്, അതും നമ്മൾ അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല. 13ാമത്തെ ചോദ്യം, ഭാഷ ആർജിച്ചെടുക്കുവാനുള്ള സ്വതസിദ്ധമായ പ്രവണത തലച്ചോറിലുണ്ട് എന്ന് പറഞ്ഞതാര്? ഭാഷ ആർജിച്ചെടുക്കുവാനുള്ള സ്വതസിദ്ധമായ പ്രവണത തലച്ചോറിലുണ്ട് എന്ന് പറഞ്ഞതാരാണ്? Who declared that an innate predisposition for language acquisition is present in the brains of each person? A, Noam Chomsky. B, Vygotsky. C,
പിയാഷെ, ഡി ബ്രൂണർ. എ ആണ് ഉത്തരം, നോം ചോംസ്കി. ഭാഷ ആർജിച്ചെടുക്കാനുള്ള സ്വതസിദ്ധമായ പ്രവണത തലച്ചോറിലുണ്ട് എന്ന് പറഞ്ഞത് നോം ചോംസ്കിയാണ്. എ ആണ് ഉത്തരം. 14ാമത്തെ ചോദ്യം. സമയാനുഗമമായി പാരമ്പര്യവശാൽ ലഭിച്ച സാധ്യതകളുടെ പ്രകടിപ്പിക്കലാണ്. സമയാനുഗമമായി പാരമ്പര്യവശാൽ ലഭിച്ച സാധ്യതകളുടെ പ്രകടിപ്പിക്കലാണ് അൺഫോൾഡിംഗ് ഓഫ് ബയോളജിക്കലി ഇൻഹെറിറ്റഡ് പൊട്ടൻഷ്യാലിറ്റീസ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം ഈസ് നോൺ ആസ്. എ അഭിപ്രേരണ അഥവാ മോട്ടിവേഷൻ, ബി പരിപക്വനം അഥവാ മെച്ചുറേഷൻ, ആശയരൂപീകരണം അഥവാ കൺസെപ്റ്റ് ഫോർമേഷൻ, ഡി പഠനം അഥവാ ലേണിംഗ്. ബി ആണ് ഉത്തരം, പരിപക്വനം അഥവാ മെച്ചുറേഷൻ. മെച്ചുറേഷന്റെ എന്താണ് മെച്ചുറേഷൻ എന്നാണ് ഈ പറയുന്നത്. സമയാനുഗമമായി പാരമ്പര്യവശാൽ ലഭിച്ച സാധ്യതകളുടെ പ്രകടിപ്പിക്കലാണ് പരിപക്വനം. അൺഫോൾഡിംഗ് ഓഫ് ബയോളജിക്കലി ഇൻഹെറിറ്റഡ് പൊട്ടൻഷ്യാലിറ്റീസ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം ഈസ് നോൺ ആസ് മെച്ചുറേഷൻ. 15ാമത്തെ ചോദ്യം. ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസത്തിന്റെ പ്രധാന തത്വങ്ങളാണ്. ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസത്തിന്റെ പ്രധാന തത്വങ്ങളാണ് The central principles of learner-centered education are അല്ലെങ്കിൽ is. എന്തിനാണ് ഇംഗ്ലീഷിലെ ചോദ്യത്തിന്റെ അവസാനം ആർ അല്ലെങ്കിൽ ഈസ് എന്ന് കൊടുത്തത്? ഇവിടെ 4 ഓപ്ഷനുകൾ കൊടുത്തിരിക്കുകയാണ്. അതിൽ ഒന്നാണ് ശരിയെങ്കിൽ, ഒന്ന് മാത്രമേ ശരിയുള്ളൂ എങ്കിൽ അവിടെ ഈസ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. 2 ഓപ്ഷനുകൾ ശരിയാണെങ്കിലാണ് ആർ എന്ന് ഉപയോഗിക്കേണ്ടത്. സി എന്ന ഓപ്ഷൻ നമ്മൾ നോക്കൂ, എയും ബിയും ശരിയാണ് എന്നാണല്ലോ, അഥവാ ബോത്ത് എ ബോത്ത് ബി. അപ്പൊ 2 ഓപ്ഷനുകൾ ശരിയാണെങ്കിൽ അവിടെ ആർ എന്നാണ് വേണ്ടത്. അതുകൊണ്ടാണ് ആർ ഓർ ഈസ് എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് ഓപ്ഷനുകൾ വായിച്ചു നോക്കാം. അനുഭവത്തിലൂടെയുള്ള പഠനം, ലേണിംഗ് ബൈ ലിവിംഗ്. ബി പ്രവർത്തനത്തിലൂടെയുള്ള പഠനം, ലേണിംഗ് ബൈ ഡൂയിങ്. സി എയും ബിയും, ബോത്ത് എ ആൻഡ് ബി. ഡി ഇവയൊന്നുമല്ല, നൺ ഓഫ് ദി എബോവ്. അപ്പൊ ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസത്തിന്റെ പ്രധാന തത്വങ്ങളാണ്. സി ആണ് ഉത്തരം, എയും ബിയും ശരിയാണ്. അഥവാ എ എന്ന ഓപ്ഷൻ അനുഭവത്തിലൂടെയുള്ള പഠനം അഥവാ ലേണിംഗ് ബൈ ലിവിംഗ്, പ്രവർത്തനത്തിലൂടെയുള്ള പഠനം ലേണിംഗ് ബൈ ഡൂയിങ്. ഇത് രണ്ടും ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസത്തിന്റെ പ്രധാന തത്വങ്ങളാണ്. ലേണിംഗ് ബൈ ലിവിംഗ്, ലേണിംഗ് ബൈ ഡൂയിങ്. അനുഭവത്തിലൂടെയുള്ള പഠനം, പ്രവർത്തനത്തിലൂടെയുള്ള പഠനം. അപ്പൊ സി എന്ന ഓപ്ഷനാണ് ശരിയായ ഓപ്ഷൻ. എയും ബിയും ശരിയാണ്. അഥവാ എ എന്ന ഓപ്ഷനും ബി എന്ന ഓപ്ഷനും ശരിയാണ് എന്നാണ് സി പറയുന്നത്. അനുഭവത്തിലൂടെയുള്ള പഠനവും പ്രവർത്തനത്തിലൂടെയുള്ള പഠനവും ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസത്തിന്റെ പ്രധാന തത്വങ്ങളാണ്. കുട്ടികളുടെ വൈകാരിക വികസനവുമായി ബന്ധപ്പെട്ട ചാർട്ട് തയ്യാറാക്കിയത് ആരാണ്? കുട്ടികളുടെ വൈകാരിക വികസനവുമായി ബന്ധപ്പെട്ട ചാർട്ട് തയ്യാറാക്കിയത് ആരാണ്? Who has developed a chart on the emotional development of children? Flavel, Catherine Bridges, Daniel Goleman, Gardner. ബി ആണ് ഉത്തരം, കാതറിൻ ബ്രിഡ്ജസ്. നേരത്തെ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, കേട്ടറ്റ് പരീക്ഷയിലെ ചോദ്യങ്ങൾ ആവർത്തിക്കുകയാണ്. ഈ ചോദ്യവും ആവർത്തിച്ചത് തന്നെയാണ്. 2019 ഫെബ്രുവരിയിൽ നടന്ന കേട്ടറ്റ് പരീക്ഷയിലും കാതറിൻ ബ്രിഡ്ജസിന്റെ ഈ വൈകാരിക വികസനവുമായി ബന്ധപ്പെട്ട ചാർട്ടുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ഉണ്ടായിരുന്നു. നമുക്ക് ആ ചോദ്യം പരിശോധിക്കാം. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കുകയും ചെയ്യാം. 6ാമത്തെ ചോദ്യം. ശൈശവഘട്ടത്തിലുള്ള കുട്ടികളുടെ വൈകാരിക വികാസത്തെ വിശദീകരിച്ചതാര്? ശൈശവഘട്ടത്തിലുള്ള കുട്ടികളുടെ വൈകാരിക വികാസത്തെ വിശദീകരിച്ചതാര്? Who among the following studied the emotional development of infants? ആൽബർട്ട് ബന്ദൂര, കാതറിൻ ബ്രിഡ്ജസ്, ഇവാൻ പാവ്ലോവ്, വില്യം വുണ്ട്. ബി ആണ് ഉത്തരം, കാതറിൻ ബ്രിഡ്ജസ്. കാതറിൻ ബ്രിഡ്ജസ് നടത്തിയ പഠനം എന്തായിരുന്നു?
അതിൽ അവർ കണ്ടെത്തിയത് എന്തായിരുന്നു എന്ന് നമുക്കൊന്ന് ചെറിയ രൂപത്തിൽ പരിശോധിക്കാം. ഈ മനുഷ്യനിൽ ഈ വൈകാരിക വികസനം എങ്ങനെയാണ് നടക്കുന്നത് എന്നറിയാൻ വേണ്ടി പല ശാസ്ത്രജ്ഞന്മാരും പലവിധ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ കുട്ടികളിൽ എങ്ങനെയാണ് ഈ വികാരങ്ങൾ വികസിച്ചു വരുന്നത്? അപ്പൊ അക്കൂട്ടത്തിൽ നടന്നിട്ടുള്ള പഠനങ്ങളിൽ ഒന്നാണ് കാതറൈൻ ബ്രിഡ്ജസ് എന്ന് പറയുന്ന വ്യക്തി നടത്തിയിട്ടുള്ള പഠനം. കാതറൈൻ ബ്രിഡ്ജസ് അവർ നടത്തിയ പഠനം നവജാത ശിശു അഥവാ ഇന്ന് ജനിച്ച ശിശു മുതൽ 24 മാസം പ്രായമായ കുട്ടി വരെയുള്ളവരെ നിരീക്ഷിച്ചുകൊണ്ടാണ് കാതറൈൻ ബ്രിഡ്ജസ് ഒരു പഠനം നടത്തിയിട്ടുള്ളത്. ആ പഠനത്തെ കുറിച്ച് നമ്മളൊന്ന് ചില കാര്യങ്ങൾ, ആ പഠനത്തിൽ അവർ കണ്ടെത്തിയ കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കാതറൈൻ ബ്രിഡ്ജസ് നടത്തിയുള്ള പഠനത്തിൽ നിന്ന് അവർക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ, അവർ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചാർട്ടിലൂടെ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അതായത് ഏറ്റവും മുകളിൽ ബർത്ത് എന്ന് എഴുതിയത് കാണാം, അതിന് നേരെ എക്സൈറ്റ്മെന്റ് എന്ന് എഴുതിയത് കാണാം. അതായത് ജനിക്കുന്ന നേരത്തെ കുട്ടിക്ക് ആകെക്കൂടിയുള്ള ഒരു വികാരം എക്സൈറ്റ്മെന്റ് മാത്രമാണ്. എന്നാൽ 3 മാസമാകുമ്പോൾ അത് വികസിച്ചു. എക്സൈറ്റ്മെന്റിനോടൊപ്പം തന്നെ ഡിസ്ട്രസ്, ഡിലൈറ്റ് എന്നീ വികാരങ്ങൾ കൂടി ഉണ്ടായിത്തീരുന്നു. 6 മാസമാകുമ്പോൾ ഈ ഡിസ്ട്രസ്, എക്സൈറ്റ്മെന്റ്, ഡിലൈറ്റ് എന്നതോടൊപ്പം തന്നെ ഫിയർ, ഡിസ്ഗസ്റ്റ്, ആങ്കർ ഈ വികാരങ്ങൾ കൂടി ഉണ്ടായിത്തീരും 6 മാസമാകുമ്പോൾ. 12 മാസമാകുമ്പോൾ ആ വികാരങ്ങൾ വീണ്ടും വികസിക്കുന്നു. ഡിസ്ട്രസ്, എക്സൈറ്റ്മെന്റ്, ഡിലൈറ്റ് എന്നിവ ഉള്ളതോടൊപ്പം തന്നെ ഫിയറും ഡിസ്ഗസ്റ്റും ആങ്കറും ഉള്ളതോടൊപ്പം തന്നെ മറ്റ് 2 വികാരങ്ങൾ ഇലേഷൻ, അഫെക്ഷൻ എന്നീ വികാരങ്ങൾ കൂടി ഉണ്ടായിത്തീരുകയാണ്. 18 മാസമാകുമ്പോൾ വീണ്ടും ആ വികാരങ്ങൾ വികാസം പ്രാപിക്കുകയാണ്. അതിലേക്ക് ജലസി, അഫെക്ഷൻ ഫോർ അഡൽട്സ്, അഫെക്ഷൻ ഫോർ ചിൽഡ്രൻ, ഈ അഫെക്ഷൻ എന്ന് തന്നെ 2ആയിട്ട് വേർതിരിയുകയാണ്. 24 മാസം കഴിയുമ്പോൾ ഇതോടൊപ്പം തന്നെ ജോയ് എന്ന ഒരു വികാരം കൂടി ഉണ്ടായിത്തീരുന്നു. അപ്പൊ ഇങ്ങനെ കുട്ടികളുടെ വികാരങ്ങൾ വികസിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് കാതറൈൻ ബ്രിഡ്ജസ് അവരുടെ പഠനത്തിലൂടെ കണ്ടെത്തിയിട്ടുള്ളത്. 17ാമത്തെ ചോദ്യം, ശൈശവഘട്ടത്തിൽ കുട്ടികൾ കരയുമ്പോൾ ശരീരം മുഴുവൻ ആ പ്രക്രിയയിൽ പങ്കുചേരുന്നു. അവർ വളരുന്നതിനനുസരിച്ച് കരച്ചിൽ ചില അവയവങ്ങളിൽ മാത്രം ഒതുങ്ങുന്നു. ഏത് വികസന സിദ്ധാന്തമാണ് ഇവിടെ പ്രകടമാവുന്നത്? ശൈശവഘട്ടത്തിൽ കുട്ടികൾ കരയുമ്പോൾ ശരീരം മുഴുവൻ ആ പ്രക്രിയയിൽ പങ്കുചേരുന്നു. അവർ വളരുന്നതിനനുസരിച്ച് കരച്ചിൽ ചില അവയവങ്ങളിൽ മാത്രം ഒതുങ്ങുന്നു. ഏത് വികസന സിദ്ധാന്തമാണ് ഇവിടെ പ്രകടമാവുന്നത്? എ, വികസനം പ്രവചനീയമാണ് അഥവാ ഡെവലപ്മെന്റ് ഈസ് പ്രഡിക്റ്റബിൾ. വികസനം സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലേക്ക് കടക്കുന്നു. ഡെവലപ്മെന്റ് പ്രൊസീഡ്സ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. വികസനം സഞ്ചിത സ്വഭാവത്തോട് കൂടിയതാണ്. ഡെവലപ്മെന്റ് ഈസ് ക്യുമുലേറ്റീവ്. വികസനത്തിന്റെ ഗതിയിൽ വ്യക്തിവ്യത്യാസങ്ങൾ ഉണ്ട്. ഡെവലപ്മെന്റ് ഈസ് ആൻ ഇൻഡിവിജ്വലൈസ്ഡ് പ്രോസസ്. ബി, വികസനം സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലേക്ക് കടക്കുന്നു എന്നതാണ് ഉത്തരം. വികസനം സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലേക്ക് കടക്കുന്നു. ഡെവലപ്മെന്റ് പ്രൊസീഡ്സ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. കുട്ടികളിലെ ചാലകശേഷി വികസനവുമായി ബന്ധപ്പെട്ട അഥവാ മോട്ടോർ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഈ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അവ സംബന്ധമായുള്ള ചോദ്യങ്ങൾ മുമ്പും കേട്ടഡ് പരീക്ഷകളിൽ വന്നിട്ടുണ്ട്. വ്യത്യസ്ത കാറ്റഗറി 4ലും ഒക്കെ ഇത് സംബന്ധമായ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടികളിലെ ചാലകശേഷി വികസനവുമായി ബന്ധപ്പെട്ട ഭാഗം നമുക്കൊന്ന് മനസ്സിലാക്കാം. കേവല അവയവത്തിന്റെ വളർച്ച കായിക വികസനമാണ്. ആ അവയവങ്ങളെ നമ്മൾ ചലിപ്പിക്കുമ്പോൾ അതിലെ പേശികളുടെ ചലനത്തിൽ എത്ര ശക്തിയിൽ നമുക്ക് ചലിപ്പിക്കാൻ കഴിയുന്നു, എത്ര വേഗത്തിൽ ചലിപ്പിക്കാൻ കഴിയുന്നു, ശരീരത്തിലെ വ്യത്യസ്ത അവയവങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഒരേ സമയം ചലിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ചാലകശേഷി വികസനത്തിൽ ഉൾപ്പെടുന്നത്.
സ്വന്തം ശരീരത്തിലെ അവയവങ്ങൾ, പേശികൾ കൂടുതൽ പവർഫുൾ ആയിട്ട് അല്ലെങ്കിൽ കൂടുതൽ നല്ല രീതിയിൽ ചലിപ്പിക്കുവാനൊക്കെ ചില ആളുകൾക്ക് കഴിവുണ്ടാകും, ചില ആളുകൾക്ക് അത്ര കഴിവുണ്ടാവുകയില്ല. അതിലൊക്കെ വ്യക്തി വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ അതിൻ്റെ രൂപമാതൃകയിലെ ചില സാമാന്യ പ്രവണതകൾ പല പഠനങ്ങളിലൂടെയും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അഥവാ മൊത്തത്തിൽ എല്ലാവരിലും കാണാവുന്ന ചില കാര്യങ്ങളുണ്ട് ആ വിഷയത്തിൽ. അത് സംബന്ധമായ ചില സിദ്ധാന്തങ്ങളാണ് ഇനി നമ്മൾ പറയുന്നത്. ഈ സിദ്ധാന്തങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്, പരീക്ഷയിൽ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. ഒന്ന്, എല്ലാവരിലും കാണാവുന്ന പ്രത്യേകതയാണ് സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് എന്ന പ്രവണത. അതായത് ഒരു കുട്ടി തുടക്കത്തിൽ ആ കുട്ടിയുടെ പേശി പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്ഥൂലമായ പ്രതികരണ സ്വഭാവമാണ്. അതായത് ഒരു കുട്ടി ഏതൊരു പ്രശ്നത്തോടും സ്വന്തം ശരീരം മൊത്തം ചലിപ്പിച്ചുകൊണ്ടാണ് പ്രതികരിക്കുന്നത്. പിന്നീട് വളരുന്ന ഘട്ടത്തിൽ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവം മാത്രം അതിനു വേണ്ടി ഉപയോഗിക്കുന്നു. നേരത്തെ നമ്മൾ പറയുകയുണ്ടായി, ഒരു കുട്ടി ചിരിക്കുകയാണെങ്കിൽ, സന്തോഷം പ്രകടിപ്പിക്കുകയാണെങ്കിൽ ശരീരം മൊത്തം അനക്കിയിട്ടാണ് ആദ്യം പ്രകടിപ്പിക്കുന്നത് എന്ന് നമ്മൾ പറയുകയുണ്ടായി. പിന്നീട് അത് കേവലം മുഖത്ത് മാത്രം കാണുന്ന ഒരു വികാരമായി മാറുകയാണ്. ഇങ്ങനെ സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് എന്ന പ്രവണതയാണ് ഈ വികസനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എന്ന പ്രവണതയും നമുക്ക് കാണാൻ സാധിക്കും. മൂന്നാമത്തെ കാര്യം, ശിരസിൽ നിന്ന് പാദത്തിലേക്ക്, കേന്ദ്രസ്ഥാനത്ത് നിന്ന് അകന്ന ഭാഗങ്ങളിലേക്ക് എന്നീ പ്രവണതകളാണ്. അതായത് ഈ പേശികളുടെ നിയന്ത്രണവും ഒത്തിണക്കവും ഇതൊക്കെ ആദ്യം വികസിക്കുന്നത് തലയുടെ ഭാഗത്താണ്. പിന്നെ ഈ പേശി വികസനം കൈകളിലേക്കും കൈപ്പത്തിയിലേക്കും ഒക്കെ വ്യാപിക്കുന്നു. പിന്നെ കുറച്ചുകൂടി അങ്ങോട്ട് കഴിയുമ്പോഴാണ് ഈ വികസനം കാലുകളിലേക്കും പാദങ്ങളിലേക്കും ഒക്കെ എത്തിച്ചേരുന്നത്. അതായത് ഒരു ഉദാഹരണത്തിലൂടെ പറയുകയാണെങ്കിൽ, ഒരു കുട്ടി ജനിച്ച് 1 മാസം കഴിയുമ്പോൾ തന്നെ കുട്ടിക്ക് തല ഉയർത്താൻ സാധിക്കും. പക്ഷേ സ്വന്തം കാലിൽ ഈ കുട്ടിക്ക് എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ 1 വർഷത്തോളം കാത്തു നിന്നേ മതിയാവൂ. അപ്പൊ ഇതാണ് ശിരസിൽ നിന്ന് പാദത്തിലേക്ക്, അഥവാ ആദ്യം ശിരസിന്റെ ഭാഗത്താണ് ഈ വികസനം ഉണ്ടാവുന്നത്. പേശികൾ നിയന്ത്രിക്കാനും ഒത്തിണക്കത്തോടെ പ്രവർത്തിക്കാനും ഒക്കെയുള്ള ശേഷി ആദ്യം ഉണ്ടാവുന്നത് തലയുടെ ഭാഗത്താണ്. പിന്നെ കുറെ കഴിയുമ്പോഴാണ് കാലിലേക്ക് ആ ശക്തി എത്തുന്നത്. അപ്പൊ ഇതാണ് മൂന്നാമത്തെ സിദ്ധാന്തം. നാലാമത്തെ സിദ്ധാന്തം, ദ്വിപാർശ്വങ്ങളിൽ നിന്ന് ഏകപാർശ്വത്തിലേക്ക് എന്ന പ്രവണത. അതായത് നമ്മളുടെ ശരീരത്തിൽ നമുക്ക് കാണാം, ശരീരത്തിന്റെ 2 ഭാഗങ്ങളിലും ഇടതുഭാഗത്തും വലതുഭാഗത്തുമുള്ള ചില അവയവങ്ങളുണ്ടല്ലോ. കൈകാലുകൾ, ചെവി, കണ്ണ്, കവിൾ, ഇങ്ങനെ തുടങ്ങി 2 എണ്ണമുള്ള അവയവങ്ങളുണ്ടല്ലോ. ഈ അവയവങ്ങൾ തുടക്കത്തിൽ കുട്ടി 2ഉം ഒരുപോലെ ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിൽ ഇടത് വലത് എന്ന വ്യത്യാസമൊന്നും കുട്ടി കാണിക്കുകയില്ല. പക്ഷേ കുറച്ചുകൂടി അങ്ങോട്ട് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്തിന്, വലതു ഭാഗത്തെ അവയവത്തിന് അല്ലെങ്കിൽ ഇടതു ഭാഗത്തെ അവയവത്തിന് മുൻഗണന കൊടുക്കുന്ന ഒരു പ്രവണത നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് ദ്വിപാർശ്വങ്ങളിൽ നിന്ന് ഏകപാർശ്വത്തിലേക്ക് എന്ന പ്രവണത എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണ്. അതായത് ചില അവയവങ്ങളുടെ കാര്യത്തിലെങ്കിലും പേശി നിയന്ത്രണത്തിന്റെയും വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളുടെയും വേഗം, ശക്തി, ഒത്തിണക്കം എന്നിവ ദ്വിപാർശ്വികമായി ആരംഭിച്ച് ക്രമേണ ഏകപാർശ്വികമായി മാറുന്നു എന്ന് ഇതിൽ നിന്ന് ഊഹിക്കാം. അഥവാ തുടക്കത്തിൽ 2 കൈകളും ഉപയോഗിച്ച് ഒരുപോലെ കുട്ടി പ്രവർത്തിക്കും. പക്ഷെ കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ ഒന്നുകിൽ അത് വലത് കൈ മാത്രം കൂടുതലായി ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഇടത് കൈ കൂടുതലായി ഉപയോഗിക്കുന്ന ഒരു രീതിയിലേക്ക് ആ കുട്ടി മാറും. അതിനെയാണ് ദ്വിപാർശ്വങ്ങളിൽ നിന്ന് ഏകപാർശ്വത്തിലേക്ക് എന്ന് പറയുന്നത്. ഇക്കാര്യം ഒരു കേട്ടറ്റ് പരീക്ഷയിൽ ചോദ്യമായി വന്നത് നമുക്ക് പരിശോധിക്കാം. കുട്ടിക്കാലത്ത് അവരുടെ 2 കൈകളും ഉപയോഗിച്ച് ചെയ്ത ചില കാര്യങ്ങൾ വലുതാവുമ്പോൾ അവർ ഒരൊറ്റ കൈകൊണ്ട് നിഷ്പ്രയാസം ചെയ്യുന്നത് കാണാം. ചാലകശേഷി വികസനവുമായി ബന്ധപ്പെട്ട് ഏത് തത്വമാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്? അപ്പോൾ കുട്ടിക്കാലത്ത് 2 കൈകൾ കൊണ്ട് ചെയ്തു, വലുതായപ്പോൾ അത് ഒരൊറ്റ കൈ കൊണ്ട് നിഷ്പ്രയാസം ചെയ്യുന്നു. ഇത് ചാലകശേഷി വികസനത്തിന്റെ ഏത് തത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. അപ്പൊ ഇത് തന്നെ നമുക്കറിയാം, ദ്വിപാർശ്വങ്ങളിൽ നിന്ന് ഏകപാർശ്വങ്ങളിലേക്ക് എന്ന ആണ് ഉത്തരം. സി എന്ന ഓപ്ഷനാണ് ശരിയായ ഉത്തരം.
18ാമത്തെ ചോദ്യം, പാവ്ലോവിന്റെ പൗരാണികാനുബന്ധന സിദ്ധാന്തത്തിൽ, ചോദ്യത്തിൽ ചെറിയ അക്ഷരത്തെറ്റുണ്ട്, പൗരാണികാനുബന്ധ എന്നാണ് എഴുതിയിരിക്കുന്നത്, അങ്ങനെയല്ല, പൗരാണികാനുബന്ധന സിദ്ധാന്തം എന്നാണ് ശരിക്കുള്ളത്. അപ്പൊ പാവ്ലോവിന്റെ പൗരാണികാനുബന്ധന സിദ്ധാന്തത്തിൽ അനുബന്ധനത്തിന് മുമ്പ് പട്ടിക്ക് നൽകിയിരുന്ന മാംസം അറിയപ്പെട്ടിരുന്നത്, പാവ്ലോവിന്റെ പൗരാണികാനുബന്ധന സിദ്ധാന്തത്തിൽ അനുബന്ധനത്തിന് മുമ്പ് പട്ടിക്ക് നൽകിയിരുന്ന മാംസം അറിയപ്പെട്ടിരുന്നത് ഇൻ പാവ്ലോസ് ക്ലാസിക്കൽ കണ്ടീഷനിങ്, ബിഫോർ കണ്ടീഷനിങ് meat given to the dog is known as a conditioned ചോദനം അഥവാ conditioned stimulus, b conditioned പ്രതികരണം അഥവാ conditioned response, unconditioned ചോദകം അഥവാ unconditioned stimulus, unconditioned പ്രതികരണം അഥവാ unconditioned response. അനുബന്ധനത്തിന് മുമ്പ് പട്ടിക്ക് നൽകിയിരുന്ന മാംസം എന്താണ് എന്നാണ് ചോദ്യം. സി ആണ് ഉത്തരം, അൺകണ്ടീഷൻഡ് ചോദകം അഥവാ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്നാണ് ഉത്തരം. സി ആണ് ഉത്തരം. അപ്പൊ എന്താണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം മനസ്സിലാക്കുന്നതിനും എന്താണ് അൺകണ്ടീഷൻഡ് ചോദകം എന്ന് മനസ്സിലാക്കുന്നവനും പാവ്ലോവിന്റെ പൗരാണികാനുബന്ധന സിദ്ധാന്തം എന്താണ് എന്ന് മനസ്സിലാക്കണം. അതിനുവേണ്ടി അദ്ദേഹം നടത്തിയ ഒരു പരീക്ഷണമുണ്ട്. ആ പരീക്ഷണവും നന്നായി മനസ്സിലാക്കിയാലാണ് ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ സാധിക്കുക. അതുകൊണ്ട് എന്താണ് ആ ക്ലാസിക്കൽ കണ്ടീഷനിങ് അഥവാ പൗരാണികാനുബന്ധന സിദ്ധാന്തം എന്നും അതിൽ എന്താണ് കണ്ടീഷൻഡ് ചോദകം, അൺകണ്ടീഷൻഡ് ചോദകം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പൗരാണികാനുബന്ധന സിദ്ധാന്തം അഥവാ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി. ഈ തിയറി രചിച്ചത് അല്ലെങ്കിൽ ആവിഷ്കരിച്ചത് ഇവാൻ പെട്രോവിച്ച് പാവ്ലോവ് ആണ്. ഇവാൻ പെട്രോവിച്ച് പാവ്ലോവ് അദ്ദേഹമാണ് ചോദക പ്രതികരണങ്ങളുടെ ബന്ധം കണ്ടെത്താൻ വേണ്ടി ഏറ്റവും ആദ്യം പരീക്ഷണങ്ങൾ ഏർപ്പെട്ടത്. പിന്നീട് പലരും ആ പലവിധ പരീക്ഷണങ്ങളൊക്കെ ഈ ചോദകവും പ്രതികരണവും തമ്മിലുള്ള ബന്ധം കണ്ടെത്താൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുണ്ട്. പക്ഷെ ഏറ്റവും ആദ്യം നടത്തിയതാണ് ഇവാൻ പെട്രോവിച്ച് പാവ്ലോവ്. പല പരീക്ഷണങ്ങൾ അദ്ദേഹം നടത്തി. അതുവഴി അദ്ദേഹം ഒരു സിദ്ധാന്തം ആവിഷ്കരിച്ചു. ആ സിദ്ധാന്തത്തിന്റെ യഥാർത്ഥ പേര് അനുബന്ധന പ്രതികരണ സിദ്ധാന്തം എന്നായിരുന്നു. അനുബന്ധന പ്രതികരണ സിദ്ധാന്തം. ഇത് ക്ലാസിക്കൽ കണ്ടീഷനിങ് അഥവാ പൗരാണികാനുബന്ധന സിദ്ധാന്തം എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരിലും അറിയപ്പെടുന്ന ഒരേ സിദ്ധാന്തമാണ് അനുബന്ധന പ്രതികരണ സിദ്ധാന്തം എന്നും പൗരാണികാനുബന്ധന സിദ്ധാന്തം എന്നും ഇവാൻ പെട്രോവിച്ച് പാവ്ലോവിന്റെ സിദ്ധാന്തം അറിയപ്പെടുന്നുണ്ട്. പാവ്ലോവിന്റെ ഈ സിദ്ധാന്തം എന്തുകൊണ്ട് പൗരാണികാനുബന്ധനം അഥവാ ക്ലാസിക്കൽ ക്ലാസിക്കൽ കണ്ടീഷനിങ്, പൗരാണികം, ക്ലാസിക്കൽ എന്നൊക്കെ അദ്ദേഹത്തിന്റെ ഈ സിദ്ധാന്തത്തെ കുറിച്ച് എന്തുകൊണ്ട് പറയുന്നു? അതിന്റെ കാരണം മനഃശാസ്ത്രത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി രേഖപ്പെടുത്തിയ അനുബന്ധന രീതി അതായത് കൊണ്ടാണ്. മനഃശാസ്ത്രത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി രേഖപ്പെടുത്തിയ അനുബന്ധന രീതി ആയതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പൗരാണികം അഥവാ ക്ലാസിക്കൽ എന്ന് ചേർത്ത് പറയാൻ കാരണം അതാണ്. അതുമാത്രമല്ല വേറെയും പേരുകൾ അദ്ദേഹത്തിന്റെ ഈ സിദ്ധാന്തത്തെ കുറിച്ച് പറയാറുണ്ട്. പ്രതികരണാനുബന്ധനം, ഇച്ഛാതീതാനുബന്ധനം, എസ് ടൈപ്പ് അനുബന്ധനം എന്നൊക്കെ അത് അറിയപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞതിൽ പല വാക്കുകളും പലർക്കും തിരിഞ്ഞ് മനസ്സിലായിട്ടില്ല. ചോദകം, പ്രതികരണം, അനുബന്ധനം ഇതൊന്നും ഒരുപക്ഷെ പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. നമുക്ക് നോക്കാം എന്താണ് ആ വാക്കുകളുടെ യഥാർത്ഥ ആശയമെന്ന്. അത് മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പരീക്ഷണം എന്താണ് എന്ന് നമുക്ക് മനസ്സിലായാൽ മതി. അദ്ദേഹം നടത്തിയുള്ള പരീക്ഷണം എന്താണ് എന്ന് മനസ്സിലായാൽ ഈ വാക്കുകളും ഈ ആശയങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് ആ പരീക്ഷണത്തെ കുറിച്ച് നമുക്ക് നോക്കാം. അദ്ദേഹം നടത്തിയ പരീക്ഷണം ഒരു നായയിലാണ്. ഒരു നായയെ അദ്ദേഹം ഒരു ടേബിളിൽ കെട്ടിയിട്ടു. എന്നിട്ട് നായയെ സ്വസ്ഥമാക്കി നിർത്തി. അഥവാ ഒരുവിധ ശല്യപ്പെടുത്തലും ഉണ്ടാക്കാതെ നായയുടെ ശ്രദ്ധ മറ്റെങ്ങോട്ടും തെറ്റിപ്പോവാതെയൊക്കെ അദ്ദേഹം സംവിധാനമുണ്ടാക്കി. അദ്ദേഹം പോലും നായയുടെ മുന്നിൽ നിന്ന് മാറി നിന്നു. പക്ഷെ അദ്ദേഹത്തിന് നായയെ നിരീക്ഷിക്കേണ്ടതുണ്ട്. അതിനായിട്ട് അദ്ദേഹം നായയുടെ മുന്നിൽ ഒരു സെറ്റ് കണ്ണാടി സ്ഥാപിച്ചു. അതുവഴിയാണ് അദ്ദേഹം നായയെ നിരീക്ഷിക്കുന്നത്. ശേഷം അദ്ദേഹം
നായക്ക് ഇറച്ചി കൊടുക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തി. അങ്ങനെ നായക്ക് ഇറച്ചി കൊടുത്തപ്പോൾ നായയുടെ വായിൽ സ്വാഭാവികമായിട്ടും ഉമിനീരുണ്ടായി. ഉമിനീരുണ്ടാവുമല്ലോ, നായക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് കഴിക്കാൻ കൊടുക്കുന്നത്, സ്വാഭാവികമായിട്ട് നായയുടെ വായിൽ ഉമിനീരുണ്ടായി. അതിനുശേഷം അദ്ദേഹം ഒരു ബെല്ലടിച്ചു. ആ ഒരു ബെല്ലിന് ഒരു പ്രതികരണവുമില്ല, വെറുതെ ഒരു ബെല്ലടിച്ചു എന്ന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നായക്ക് ആ ബെല്ലൊന്നും ഒരു കാര്യമേ ആയിട്ടില്ല, ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ അദ്ദേഹം പിന്നീട് ചെറിയൊരു മാറ്റം വരുത്തുകയുണ്ടായി. ഇറച്ചി കൊടുക്കുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം ഒരു ബെല്ലടിക്കാൻ തുടങ്ങി. ആദ്യം ഒരു ബെല്ലടിക്കും, എന്നിട്ട് നായക്ക് ഇറച്ചി കൊടുക്കും. അങ്ങനെ കുറേ ദിവസം അദ്ദേഹം അങ്ങനെ ബെല്ലടിച്ചതിന് ശേഷം ഇറച്ചി കൊടുക്കുക എന്ന രീതി സ്വീകരിച്ചു. പക്ഷേ പിന്നീട് ഒരു ദിവസം അദ്ദേഹം ഇറച്ചി കൊടുത്തില്ല, പക്ഷെ ബെല്ല് മാത്രം അടിച്ചു. അപ്പോൾ അദ്ദേഹം ശ്രദ്ധിച്ചു, നായയെ അദ്ദേഹം നിരീക്ഷിച്ചപ്പോൾ മനസ്സിലായി, ആ ബെല്ലടി കേട്ടപ്പോൾ തന്നെ നായയുടെ വായിൽ വെള്ളമൂറി. ഇവിടെ നമുക്കൊരു കാര്യം അറിയാം, ഇറച്ചി കണ്ടാൽ നായയുടെ വായിൽ വെള്ളമൂറും. ഇറച്ചി എന്നത് ചോദകവും നായയുടെ വായിൽ വെള്ളമൂറുക എന്നത് പ്രതികരണവുമാണ്. അത് നൈസർഗികമായിട്ട് അഥവാ സാധാരണഗതിയിൽ തന്നെ നടക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇറച്ചിയെ അദ്ദേഹം ചോദകം എന്ന് മാത്രമല്ല നൈസർഗിക ചോദകം എന്നാണ് അദ്ദേഹം വിളിച്ചത്. അത് നൈസർഗികമായി തന്നെ ഉണ്ടാവുന്നതാണല്ലോ നായയുടെ വായിൽ വെള്ളമൂറുന്നതും. ഇറച്ചി കണ്ടാൽ വെള്ളമൂറുക എന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് പ്രകൃതിയാൽ തന്നെ നായയുടെ വായിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്, ഇറച്ചി കണ്ടാൽ വെള്ളമൂറുക. അതുകൊണ്ട് ആ വെള്ളമൂറിയ ആ പ്രതികരണത്തെ അദ്ദേഹം നൈസർഗിക പ്രതികരണം എന്നാണ് പേര് വിളിച്ചത്. അപ്പൊ ഇറച്ചി എന്ന നൈസർഗിക ചോദകം കണ്ടപ്പോൾ വായിൽ വെള്ളമൂറുക എന്ന നൈസർഗിക പ്രതികരണം ഉണ്ടായി. പക്ഷേ പിന്നീട് ബെല്ലടിച്ചപ്പോൾ നായയുടെ വായിൽ വെള്ളമൂറി. അപ്പൊ ബെല്ലടിക്കുക എന്നത്, ബെല്ലടിച്ചാൽ ഒരിക്കലും തന്നെ നായയുടെ വായിൽ വെള്ളമൂറേണ്ടതില്ലല്ലോ, പക്ഷെ ഇവിടെ വെള്ളമൂറി. അതുകൊണ്ട് ഈ ചോദകത്തെ അദ്ദേഹം കൃത്രിമ ചോദകം എന്നാണ് വിളിച്ചത്. കൃത്രിമ ചോദകം എന്ന് പറഞ്ഞാൽ ആ ബെല്ലടിയെയാണ് കൃത്രിമ ചോദകം എന്ന് പറയുന്നത്. അപ്പോഴും നായയുടെ വായിൽ വെള്ളമൂറി. അപ്പൊ ഈ പരീക്ഷണത്തിലൂടെ അദ്ദേഹം പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, മണിയൊച്ച കേട്ട് ഉമിനീരൂറാൻ അങ്ങനെ നായ പഠിച്ചു എന്ന കാര്യമാണ്. അപ്പൊ ഈ പഠന രീതി നമുക്ക് വിദ്യാഭ്യാസത്തിൽ ഉപയോഗപ്പെടുത്താം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ പരീക്ഷണം നമ്മൾ പരിശോധിച്ചാൽ ഇതിൽ ഒരു അനുബന്ധനം അഥവാ ഒരു കണ്ടീഷനിങ് നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇറച്ചിയും നായയുടെ വായിൽ വെള്ളമൂറുന്നതും തമ്മിൽ ഒരു പ്രകൃതിയാ തന്നെയുള്ള അഥവാ നൈസർഗികമായ ഒരു ബന്ധമുണ്ടല്ലോ. ഇറച്ചി എന്നത് ഒരു ചോദകമാണ്, അതിനുള്ള പ്രതികരണമാണ് നായയുടെ വായിൽ വെള്ളമൂറുക എന്നത്. അത് നൈസർഗികമായ സംഗതിയാണത്. നായയുടെ വായിൽ വെള്ളമൂറുക എന്നത് നൈസർഗികമായ പ്രതികരണമാണ്, ഇറച്ചി എന്നത് നൈസർഗികമായ ചോദകമാണ്. അപ്പൊ ചോദകം എന്ത്, അതുപോലെ പ്രതികരണം എന്ത് എന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. ചോദകം എന്നതിന് ഇംഗ്ലീഷിൽ സ്റ്റിമുലസ് എന്നാണ് പറയുക, റെസ്പോൺസ് എന്നാണ് പ്രതികരണത്തിന് ഇംഗ്ലീഷിൽ പറയുക. അപ്പോൾ സ്റ്റിമുലസും റെസ്പോൺസും, അതുപോലെ ചോദകവും പ്രതികരണവും. അപ്പൊ ഇത് നൈസർഗികമായ ചോദകം, നൈസർഗികമായ പ്രതികരണം. ബെല്ലടിക്കുക എന്നതോ നൈസർഗികമായ ചോദകമല്ല, അതൊരു കൃത്രിമമായ ചോദകമാണ്. അതിന് ഒരു പ്രതികരണം ഉണ്ടായി, നായയുടെ വായിൽ വെള്ളമൂറി. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെ ഒരു കൃത്രിമ ബന്ധം, ബെല്ലടിയും നായയുടെ വായിൽ വെള്ളമൂറുന്നതും തമ്മിൽ ഒരു കൃത്രിമമായ ബന്ധമുണ്ടാക്കിയിരിക്കുന്നു. അങ്ങനെ കൃത്രിമമായ ഒരു ബന്ധമുണ്ടാക്കുന്നതിനെയാണ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ 4 വാക്കുകൾ പഠിച്ചു വെക്കണം. ഇപ്പൊ നൈസർഗികമായ ചോദകവും നൈസർഗികമായ പ്രതികരണവും തമ്മിൽ അവിടെ ഒരു കണ്ടീഷനിങ് ഒന്നും നടന്നിട്ടില്ല. അഥവാ ഇറച്ചി കണ്ടപ്പോൾ നായയുടെ വായിൽ വെള്ളമൂറുക, അത് സാധാരണഗതിയിലുള്ള ഒരു കാര്യമാണ്. അവിടെ ഒരു കൃത്രിമ ബന്ധമൊന്നും ഉണ്ടാക്കിയിട്ടില്ല, സാധാരണഗതിയിലുള്ള ബന്ധമാണ്. അവിടെ കണ്ടീഷനിങ് ഇല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിനെ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്നും അൺകണ്ടീഷൻഡ് റെസ്പോൺസ് എന്നുമാണ് പറഞ്ഞത്. അൺകണ്ടീഷൻഡ് റെസ്പോൺസ്, അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്. അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ ഇറച്ചി കൊടുക്കുക എന്നതാണ് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്. അതിന്റെ റെസ്പോൺസ് ആണ് അൺകണ്ടീഷൻഡ് റെസ്പോൺസ്. എന്നാൽ ബെല്ലടിക്കുക എന്നത് കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്.
കണ്ടീഷൻഡ് സ്റ്റിമുലസ്. അവിടെ കണ്ടീഷനിങ് നടക്കുന്നു, അവിടെ ബെല്ലടിക്കുന്നു, നായയുടെ വായിൽ വെള്ളം വരുന്നു. അതൊരു കൃത്രിമമായ ബന്ധമുണ്ടാക്കുകയാണ്. അവിടെയാണ് കണ്ടീഷനിങ് ഉള്ളത്. അതുകൊണ്ട് ആ ബെല്ലടിക്കുക എന്നത് ഒരു കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. അതിന്റെ മറുപടി, അതിന്റെ പ്രതികരണത്തെ കണ്ടീഷൻഡ് റെസ്പോൺസ് എന്നും പറഞ്ഞു. അപ്പൊ ഇവിടെ 4 പദങ്ങളാണ്. അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്, അതാണ് ഇറച്ചി. അൺകണ്ടീഷൻഡ് റെസ്പോൺസ്, അതാണ് നായയുടെ വായിൽ ഇറച്ചി കണ്ടപ്പോൾ നായയുടെ വായിൽ വെള്ളം മൂറിയത് അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ആണ്. എന്നാൽ ബെല്ലടിക്കുക എന്നതോ കണ്ടീഷൻഡ് സ്റ്റിമുലസ്. അത് കണ്ട് നായയുടെ വായിൽ വെള്ളം മൂറിയത് കണ്ടീഷൻഡ് റെസ്പോൺസ്. അങ്ങനെ 4 വാക്കുകൾ: അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്, അൺകണ്ടീഷൻഡ് റെസ്പോൺസ്, കണ്ടീഷൻഡ് സ്റ്റിമുലസ്, കണ്ടീഷൻഡ് റെസ്പോൺസ്. ഈ 4 വാക്കുകളും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഇത്തരത്തിലുള്ള പഠനത്തെയാണ് അനുബന്ധന പഠനം, ലേണിംഗ് ബൈ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഒന്നുകൂടി നല്ല വാക്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ, ഒരു അനുബന്ധിത പ്രതികരണത്തെ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്, കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്നിവ ഒരേ സമയം ബന്ധപ്പെടുത്തുക വഴി ശക്തമാക്കുന്ന പ്രക്രിയയാണ് അനുബന്ധന പഠനം എന്ന് വിളിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ചോദ്യം പരിശോധിക്കാം. ഇത് ഒരു കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ചോദ്യമല്ല, പക്ഷെ കേട്ടറ്റ് പരീക്ഷയ്ക്കുള്ള സാമ്പിൾ ക്വസ്റ്റ്യൻസിൽ ഉൾപ്പെട്ടതാണ്. കേട്ടറ്റ് പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ സാമ്പിൾ ക്വസ്റ്റ്യൻസ് പുറത്തിറക്കിയിരുന്നുവല്ലോ. ആ സാമ്പിൾ ക്വസ്റ്റ്യൻസിൽ പെട്ടതാണ് ഈ ചോദ്യം. പാവ്ലോവ് തന്റെ പരീക്ഷണത്തിൽ ബെൽ ശബ്ദവും ഇറച്ചി പൗഡറും പലതവണ ജോഡി ചേർത്ത് നൽകിയ ശേഷം ബെൽ ശബ്ദം മാത്രം നൽകിയപ്പോൾ പട്ടി ഉമിനീർ സ്രവിച്ചു. അപ്പൊ ബെൽ ശബ്ദം മാത്രം നൽകിയപ്പോൾ പട്ടിയുടെ വായിൽ നിന്ന് ഉമിനീർ ഉണ്ടായി. അത് എന്താണ് എന്നാണ് ചോദ്യം. സ്വാഭാവിക ചോദകം, സ്വാഭാവിക പ്രതികരണം, അനുബന്ധന ചോദകം, അനുബന്ധന പ്രതികരണം. സ്വാഭാവിക ചോദകമാണോ? സ്വാഭാവിക ചോദകം എന്നത് ഇറച്ചിയാണ്. സ്വാഭാവികമായിട്ട് അതിനുണ്ടാകുന്ന പ്രതികരണമാണ് നായയുടെ വായിൽ വെള്ളം മൂറുക എന്നത്. അപ്പൊ ഇത് സ്വാഭാവിക ചോദകവുമല്ല, സ്വാഭാവിക പ്രതികരണവുമല്ല. ഇറച്ചി കണ്ടിട്ട് നായയുടെ വായിൽ വെള്ളം മൂറുന്നതാണ് സ്വാഭാവിക പ്രതികരണം. ഇറച്ചിയാണ് സ്വാഭാവിക ചോദകം. അപ്പൊ അത് രണ്ടുമല്ല, എയും ബിയും അല്ല ഉത്തരം. ഇനി അനുബന്ധന ചോദകം, കണ്ടീഷൻഡ് സ്റ്റിമുലസ്. കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്നത് ബെല്ലടിയാണ്, അഥവാ കണ്ടീഷൻഡ് ചോദകം. അപ്പൊ അത് കണ്ടിട്ട് നായയുടെ വായിൽ അതുകൊണ്ട് നായയുടെ വായിൽ ഉണ്ടാകുന്നതാണ് അനുബന്ധന പ്രതികരണം, കണ്ടീഷൻഡ് റെസ്പോൺസ്. അവിടെ ഒരു കണ്ടീഷൻ ഉണ്ടാവുമല്ലോ, ബെല്ലടി, അതുപോലെ നായയുടെ വായിൽ വെള്ളം മൂറുക. ഇത് തമ്മിൽ കൃത്രിമമായ ബന്ധം ഉണ്ടാക്കുകയാണ്. അങ്ങനെ കൃത്രിമമായ ബന്ധം ഉണ്ടാക്കുന്നതിനെയാണ് അനുബന്ധനം, കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ബെല്ലടിയാണ് അനുബന്ധന ചോദകം അഥവാ കണ്ടീഷൻഡ് സ്റ്റിമുലസ്. അപ്പോൾ ബെല്ലടിയെ കുറിച്ചല്ല ചോദിച്ചത് ഇവിടെ. പട്ടി ഉമിനീർ സ്രവിച്ചു എന്നത് എന്താണ്? പട്ടിയുടെ വായിൽ നിന്ന് ഉമിനീർ വന്നു, അതെന്താണ് എന്നാണ് ചോദ്യം. അത് അനുബന്ധന പ്രതികരണമാണ്, കണ്ടീഷൻഡ് റെസ്പോൺസ്. അപ്പൊ ഡി എന്നതാണ് ശരിയായ ഉത്തരം. ഇനി ഒരു കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ഒരു ചോദ്യം നമുക്ക് നോക്കാം. മീൻ വിൽപ്പനക്കാരന്റെ മണിയടി ശബ്ദം കേൾക്കുമ്പോൾ രാജിയുടെ വീട്ടിലെ പൂച്ച അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലുന്നു. ഇവിടെ പൂച്ചയിൽ ഇങ്ങനെയൊരു സ്വഭാവമാറ്റത്തിന് കാരണമായത് ഏതു തരം പഠനം മുഖാന്തരമാണ്? ബെല്ലടി കേൾക്കുമ്പോൾ പൂച്ച ഓടിച്ചെല്ലുന്നു. ബെല്ലടി എങ്ങനെ പൂച്ചയെ ആകർഷിച്ചു? ഇവിടെ നമ്മൾ കാണേണ്ടത് പാവ്ലോവിന്റെ പരീക്ഷണം നമ്മൾ കണ്ടല്ലോ, അതുപോലെ ഒരു സംഗതി ഇതിലും സംഭവിച്ചിരിക്കുന്നു. അവിടെ ബെല്ലടി കേട്ടിട്ട് നായയുടെ വായിൽ വെള്ളമൂറിയതുപോലെ ഇവിടെ ബെല്ലടി കേട്ടിട്ട് പൂച്ചയുടെ വായിൽ വെള്ളമൂറുകയാണ്. മീൻ കാണുമ്പോൾ പൂച്ചയുടെ വായിൽ വെള്ളമൂറുക എന്നത് നാച്ചുറലായ നൈസർഗികമായ ചോദകവും പ്രതികരണവുമാണ്. മത്സ്യം എന്നത് ഒരു നൈസർഗികമായ ചോദകമാണ്. അത് പൂച്ചയുടെ വായിൽ വെള്ളം മൂറാൻ കാരണമാകും. അത് നൈസർഗികമായ പ്രതികരണമാണ്. സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ്, അവിടെ കണ്ടീഷനിങ് ഒന്നുമില്ല. അൺകണ്ടീഷൻഡ് സ്റ്റിമുലസും അൺകണ്ടീഷൻഡ് റെസ്പോൺസുമാണ് മീനും അത് കണ്ടിട്ട് പൂച്ചയുടെ വായിൽ വെള്ളം മൂറുന്നതും. പക്ഷെ ഇവിടെ ബെല്ലടി കേട്ടിട്ട് പൂച്ച ഓടിച്ചെല്ലുക എന്നത് അവിടെ ഒരു കണ്ടീഷനിങ് സംഭവിച്ചത് കൊണ്ടാണ്. ബെല്ലടി എന്നത് ഒരു കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. അതിന് കേട്ടിട്ട് പൂച്ച ഓടിച്ചെല്ലുക എന്നത്
കണ്ടീഷൻഡ് റെസ്പോൺസ് ആണ്. അവിടെ ഒരു കണ്ടീഷനിങ് സംഭവിച്ചിരിക്കുകയാണ്. ബെല്ലടിച്ചിട്ട് പാവ്ലോവ് ഇറച്ചി കൊടുത്തതുപോലെ ബെല്ലടിച്ചതിന് ശേഷമാണ് ഇവിടെയും മീൻ കിട്ടുന്നത്. അങ്ങനെയാണ് ഈ അനുബന്ധനം കണ്ടീഷനിങ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നടന്നത് കണ്ടീഷനിങ് ആണ്. ഇവിടെ ഈ ഓപ്ഷൻ നമ്മൾ നോക്കുമ്പോൾ ഇംഗ്ലീഷ് ഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ ഇൻസൈറ്റ് ലേണിംഗ്, ഓപ്പറന്റ് കണ്ടീഷനിങ്, ഒബ്സർവേഷണൽ ലേണിംഗ്, ക്ലാസിക്കൽ കണ്ടീഷനിങ്. അപ്പൊ രണ്ട് കണ്ടീഷനിങ് ഉണ്ട്, ഓപ്പറന്റ് കണ്ടീഷനിങ്ങും ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും ഉണ്ട്. അപ്പൊ ഇവിടെ കണ്ടീഷനിങ് സംഭവിച്ചിരിക്കുന്നു എന്ന് ഏതാണ്ട് നമുക്ക് കൃത്യമായിട്ട് ബോധ്യമായിരിക്കുന്നു. അത് ഓപ്പറന്റ് കണ്ടീഷനിങ് ആണോ ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണോ? നമുക്കറിയാം പാവ്ലോവിന്റെ പരീക്ഷണം, അദ്ദേഹത്തിന്റെ സിദ്ധാന്തം, ആ സിദ്ധാന്തം ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ആദ്യമായിട്ട് ഈ ശാസ്ത്രലോകത്ത് ആദ്യമായിട്ട് നടന്നിട്ടുള്ള കണ്ടീഷനിങ് ആണ് പാവ്ലോവിൻ്റെത്. അതുകൊണ്ടാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അപ്പൊ പാവ്ലോവ് നടത്തിയിട്ടുള്ള കണ്ടീഷനിങ് പോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ് ഇവിടെ നടന്നത്. ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ് വഴിയാണ്, അത് മുഖാന്തരമാണ് പൂച്ച ഇങ്ങനെ ഒരു സ്വഭാവ മാറ്റത്തിന് വിധേയമായത്. 19ാമത്തെ ചോദ്യം, ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ ഇത് പ്രവർത്തിക്കുന്നത്, അക്കോർഡിംഗ് ടു ഫ്രോയിഡ്, ഇത് ഈസ് ഗൈഡഡ് ബൈ എ സുഖതത്വം, പ്ലഷർ പ്രിൻസിപ്പിൾ, ബി യാഥാർത്ഥ്യ ബോധ തത്വം അഥവാ റിയാലിറ്റി പ്രിൻസിപ്പിൾ, സാൻമാർഗിക തത്വം അഥവാ മൊറാലിറ്റി പ്രിൻസിപ്പിൾ, അസ്വാഭാവിക തത്വം, അബ്നോർമാലിറ്റി പ്രിൻസിപ്പിൾ. എ ആണ് ഉത്തരം, സുഖതത്വം, പ്ലഷർ പ്രിൻസിപ്പിൾ. ഇത് ഫ്രോയിഡിന്റെ വ്യക്തിത്വ ഘടനയെ കുറിച്ചുള്ള സിദ്ധാന്തത്തിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. അതിലാണ് അദ്ദേഹം ഇതിനെ കുറിച്ചൊക്കെ പറയുന്നത്. അപ്പൊ ഇത് മാത്രമല്ല, ഈഗോ, സൂപ്പർ ഈഗോ എന്നിവയൊക്കെ ഉണ്ട്. അവയൊക്കെ കേട്ടറ്റ് പരീക്ഷയിൽ സ്ഥിരമായി വരാറുള്ള ചോദ്യങ്ങളാണ്. ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ മാത്രമല്ല, വ്യത്യസ്ത കാറ്റഗറികളിൽ ഈ ചോദ്യങ്ങൾ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് ഫ്രോയിഡിന്റെ ആ സിദ്ധാന്തം, വ്യക്തിത്വ ഘടനയെ കുറിച്ചുള്ള ഫ്രോയിഡിന്റെ സിദ്ധാന്തം മനസ്സിലാക്കാം. എന്താണ് ഇത്, ഈഗോ, സൂപ്പർ ഈഗോ എന്ന് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറച്ച് കേട്ടറ്റ് പരീക്ഷകളിൽ അത് സംബന്ധമായി വന്ന ചില ചോദ്യങ്ങളും കൂടി പരിശോധിക്കാം. ഇനി നമുക്ക് ഫ്രോയിഡിന്റെ തിയറി ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ അഥവാ വ്യക്തിത്വ ഘടനയെ കുറിച്ച് അദ്ദേഹത്തിന്റെ സിദ്ധാന്തം പരിശോധിക്കാം. അദ്ദേഹം പറയുന്നത് വ്യക്തിത്വ ഘടന അഥവാ പേഴ്സണാലിറ്റി സ്ട്രക്ചർ 3 മുഖ്യ വ്യവസ്ഥകൾ സംയോജിച്ചുണ്ടായതാണ്. ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. ഇത്, ഈഗോ, സൂപ്പർ ഈഗോ എന്നീ 3 മുഖ്യ വ്യവസ്ഥകൾ സംയോജിച്ചാണ് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി സ്ട്രക്ചർ അഥവാ വ്യക്തിത്വ ഘടന രൂപം കൊണ്ടിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ഓരോ വ്യവസ്ഥക്കും അതാതിന്റെ സവിശേഷതകളും പ്രവർത്തന തന്ത്രങ്ങളുമുണ്ട്. എന്നാൽ അവ പരസ്പരം വർത്തനത്തിൽ ഏർപ്പെടുന്നുമുണ്ട്. ഇതിന്റെ ഫലമാണ് വ്യക്തിത്വം ഉണ്ടാവുന്നത്. ഇതിന്റെ ഫലമാണ് വ്യക്തിത്വം എന്നാണ് ഫ്രോയിഡ് പറയുന്നത്. നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. എന്താണ് ഇത്, എന്താണ് ഈഗോ, എന്താണ് സൂപ്പർ ഈഗോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തേതാണ് ഇത്. പേഴ്സണാലിറ്റിയുടെ മൗലിക വ്യവസ്ഥയാണ് ഇത്. വ്യക്തിത്വത്തിന്റെ മൗലിക വ്യവസ്ഥയാണ് ഇത്. ഇതിൽ നിന്നും വേർതിരിഞ്ഞാണ് പിന്നീടുള്ള ഈഗോയും സൂപ്പർ ഈഗോയും ഒക്കെ ഉണ്ടാകുന്നത്. ഈഗോയ്ക്കും സൂപ്പർ ഈഗോയ്ക്കും ആവശ്യമുള്ള പ്രവർത്തനോർജം ലഭിക്കുന്നത് ഈ പറഞ്ഞ ഈ ഇതിൽ നിന്നാണ്. അപ്പൊ ഇത് ആണ് അടിസ്ഥാനപരമായ കാര്യം. ഇതിൽ നിന്നാണ് ഈഗോയും സൂപ്പർ ഈഗോയും ഉണ്ടാകുന്നത്. ഈഗോക്കും സൂപ്പർ ഈഗോയ്ക്കും ആവശ്യമുള്ള പ്രവർത്തിക്കാനുള്ള ഊർജം നൽകുന്നത് ഇതാണ്. ഇനി ഇത് എന്താണ് ചെയ്യുന്നത് എന്ന് പരിശോധിക്കാം. ഇതിന് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. ഒരു ജീവി എന്ന നിലയിൽ വ്യക്തിക്ക് ആനന്ദം നൽകുക. തെറ്റോ ശരിയോ ഒന്നും നോക്കുകയില്ല. യാഥാർത്ഥ്യമോ അല്ലെങ്കിൽ യാഥാർത്ഥ്യമല്ലാത്തതോ എന്നൊന്നും ഇത് പരിഗണിക്കുകയില്ല. വ്യക്തിക്ക് സന്തോഷമുണ്ടാക്കുക, വ്യക്തിക്ക് ആനന്ദം നൽകുക. അതിന് തെറ്റ് ശരി, നന്മ തിന്മ, യാഥാർത്ഥ്യം അയാഥാർത്ഥ്യം അങ്ങനെ ഒന്നും ഇത് പരിഗണിക്കില്ല. വ്യക്തിക്ക് ആനന്ദം ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് പ്രവർത്തിക്കുക. The sexual energy involved in id, ego and super ego is called
കേഡറ്റ് പരീക്ഷയിൽ ഒരു കാറ്റഗറി 3-ൽ വന്ന ചോദ്യമാണിത്. ഇത്, ഈഗോ, സൂപ്പർ ഈഗോ എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന സെക്ഷൽ എനർജിയുടെ പേരെന്താണ്? സി ആണ് ഉത്തരം, ലിബിഡോ. ലിബിഡോ എന്നാൽ ഇത്, ഈഗോ, സൂപ്പർ ഈഗോ എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന സെക്ഷൽ എനർജിയാണ്. ഒരു കാറ്റഗറി 4-ൽ വന്ന ചോദ്യം, ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ ഏത് വ്യക്തിത്വ ഘടനയാണ് സന്തോഷ തത്വത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നത്? സൂപ്പർ ഈഗോ, ഈഗോ, ഇഡ്, ലിബിഡോ. അപ്പോൾ എങ്ങനെയും സന്തോഷിക്കുക, അത് നന്മ തിന്മ ശരി തെറ്റ് എന്ന വ്യത്യാസങ്ങളൊന്നുമില്ലാതെ സന്തോഷം എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്നത് ഏതാണ്? നമുക്കറിയാം, ഇഡാണ്. സി ആണ് ശരിയായ ഉത്തരം, ഇത്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ശരിയായാലും തെറ്റായാലും നന്മയായാലും തിന്മയായാലും തനിക്ക് സുഖിക്കണം എന്ന മനോഭാവമാണ് എന്ന് പറയാം. പക്ഷെ ഈഗോ എന്നാൽ അങ്ങനെയല്ല. ഈഗോ എന്ന് പറഞ്ഞാൽ ശരിയോ തെറ്റോ എന്നൊക്കെ പരിശോധിച്ച് ശരിയാണെങ്കിൽ ചെയ്യുക എന്ന മനോഭാവമാണ്. യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയിട്ടാണ് ഈഗോ പ്രവർത്തിക്കുക. തനിക്കൊരാഗ്രഹമുണ്ട്, അത് പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ആണ് ഈഗോ പ്രവർത്തിക്കുക. അപ്പോൾ സാഹചര്യങ്ങൾ ഇപ്പോൾ അനുകൂലമല്ല എങ്കിൽ സാഹചര്യങ്ങൾ അനുകൂലമാവുന്നത് വരെ കാത്തിരിക്കാനാണ് ഈഗോ തീരുമാനിക്കുക. ഇപ്പോൾ ഈഗോയും ഇതും തമ്മിലുള്ള വ്യത്യാസം പരിശോധിച്ചാൽ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ജീവിയുടെ വാസനാപരമായ ആവശ്യങ്ങൾ അഥവാ പ്രകൃതിപരമായിട്ട് ഒരു വ്യക്തിയുടെ മനസ്സിലുണ്ടാകുന്ന സകല മോഹങ്ങളെയും സഫലീകരിക്കാനുള്ള ശ്രമമാണ് ഇത് നടത്തുക. പക്ഷെ ഈഗോ അങ്ങനെയല്ല. ഒരു ജീവിയുടെ ഈ സഹജമായ ആവശ്യങ്ങളെയും പരിസ്ഥിതി സാഹചര്യങ്ങളെയും ഇണക്കി ചേർക്കുകയാണ് ഈഗോ ചെയ്യുന്നത്. പരിസ്ഥിതി സാഹചര്യങ്ങളും കൂടി പരിഗണിച്ച് യാഥാർത്ഥ്യ ബോധത്തോടെ ശരിയോ തെറ്റോ എന്നൊക്കെ പരിശോധിച്ചുകൊണ്ടാണ് ഈഗോ പ്രവർത്തിക്കുക. മൂന്നാമത്തതാണ് സൂപ്പർ ഈഗോ. സൂപ്പർ ഈഗോ ഈഗോയിൽ നിന്ന് ഉണ്ടായിത്തീരുന്നതാണ്. ഈഗോയ്ക്കുണ്ടാകുന്ന അനുഭവങ്ങളിൽ നിന്നാണ് സൂപ്പർ ഈഗോ വികസിക്കുന്നത്. മാതാപിതാക്കളോടും അധ്യാപകരോടും സാമൂഹിക പ്രവർത്തന ചട്ടങ്ങളോടും മതമൂല്യങ്ങളോടും ഒക്കെയുള്ള ഒരു ശിശുവിന്റെ പ്രതികരണത്തിന്റെ ഫലമായാണ് ഈ സൂപ്പർ ഈഗോ വികസിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സൂപ്പർ ഈഗോയെ കുറിച്ച് വ്യക്തിത്വത്തിന്റെ ഒരു സാൻമാർഗിക വശം എന്ന് പറയാം. ഒരാളുടെ വ്യക്തിത്വത്തിന്റെ സാൻമാർഗിക വശമാണ് സൂപ്പർ ഈഗോ. ഇത് നേരത്തെ ഈഗോയെ കുറിച്ച് പറഞ്ഞല്ലോ. ഈഗോ പ്രതിനിധാനം ചെയ്യുന്നത് യാഥാർത്ഥ്യത്തെയാണ്. യാഥാർത്ഥ്യ ബോധത്തോടെയാണ് ഈഗോ പ്രവർത്തിക്കുക. യാഥാർത്ഥ്യത്തിനാണ് ഈഗോ പ്രാധാന്യം കൊടുക്കുക, ശരിക്ക്, നന്മക്ക്. എന്നാൽ സൂപ്പർ ഈഗോ പ്രതിനിധാനം ചെയ്യുന്നത് ആദർശത്തെയാണ്. സൂപ്പർ ഈഗോ ഉന്നം വെക്കുന്നത് ആനന്ദം കൈവരിക്കുക എന്നതല്ല, പൂർണ്ണത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സൂപ്പർ ഈഗോ പ്രവർത്തിക്കുന്നത്. സാമൂഹിക വക്താക്കൾ അംഗീകരിച്ചിട്ടുള്ള സാൻമാർഗിക മാനദണ്ഡങ്ങൾക്കൊത്തു പ്രവർത്തിക്കാൻ പറ്റുമാറ് ശരിയും തെറ്റും നിർണയിക്കുന്നതിനാണ് സൂപ്പർ ഈഗോ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ 3 കാര്യങ്ങൾ, ഇത്, ഈഗോ, സൂപ്പർ ഈഗോ, ഇത് 3ഉം ഒരു വ്യക്തിയിൽ ഉണ്ടാകും. അയാളുടെ അയാളെ പ്രേരിപ്പിക്കുന്നത് പ്രാകൃതമായ അയാളുടെ താല്പര്യങ്ങൾ നടപ്പാക്കുവാനും നേടിയെടുക്കാനുമാണ്. ശരിയും തെറ്റും നോക്കാതെ തനിക്ക് സുഖിക്കണം എന്ന മോഹമാണ് അയാളിൽ ഉണ്ടാക്കുക. ഇങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ പ്രാകൃതമായ പ്രേരണകൾ ഉണ്ടാക്കുകയാണ്. എന്നാൽ അതിന്റെ മറുഭാഗത്ത് സൂപ്പർ ഈഗോ അതിനോട് ഏറ്റുമുട്ടിക്കൊണ്ട് ശക്തമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു. ഈ സൂപ്പർ ഈഗോ ശ്രമിക്കുന്നത് ആദർശത്തിൽ അധിഷ്ഠിതമായ ഒരു മാതൃകാ തലത്തിലുള്ള ജീവിതം ഉണ്ടാക്കാനാണ് സൂപ്പർ ഈഗോ ശ്രമിക്കുക. ഒരു മനുഷ്യന്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ സൂപ്പർ ഈഗോയും തമ്മിൽ ശക്തമായ സംഘടന നടക്കും. അതിനിടയിൽ ഇടപെട്ടുകൊണ്ട് സമതുലനം വരുത്തുന്നത് ഈഗോയാണ്. ഇത് രണ്ടിനും ഇടയിലുള്ള ഒരു സമീപനം സ്വീകരിക്കാൻ ആ വ്യക്തിക്ക് സാഹചര്യം ഉണ്ടാക്കുന്നത് ഇതിനിടയിൽ ഇടപെടുന്ന ഈഗോയാണ്. അതുകൊണ്ട് തന്നെ ഈഗോയെ മാനവ വ്യക്തിത്വത്തിന്റെ നിയന്ത്രണാധികാരി അഥവാ എക്സിക്യൂട്ടീവ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ മാനവ വ്യക്തിത്വത്തിന്റെ നിയന്ത്രണാധികാരി അഥവാ എക്സിക്യൂട്ടീവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഈഗോയെയാണ്. കാരണം ഒരു ഭാഗത്ത്
പ്രാകൃതമായ പ്രേരണകളുമായിട്ട് അത്തരം പ്രവർത്തനങ്ങൾ ഏർപ്പെടാൻ പ്രേരണ നൽകുമ്പോൾ, മറുഭാഗത്ത് ആദർശ തലത്തിൽ ഉയർന്നു നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ഒരു വ്യക്തിയെ സൂപ്പർ ഈഗോ പ്രേരിപ്പിക്കുന്നു. ഇത് രണ്ടിനുമിടയിലുള്ള സമീപനം സ്വീകരിക്കുവാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നത് ഇതിന് രണ്ടിനുമിടയിൽ ഈഗോ ഇടപെടുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈഗോയെ മാനവ വ്യക്തിത്വത്തിന്റെ നിയന്ത്രണാധികാരി അഥവാ എക്സിക്യൂട്ടീവ് എന്ന് വിളിക്കുന്നത്. ഒരു കാറ്റഗറി 4-ൽ വന്ന ചോദ്യം: പരീക്ഷയിൽ കോപ്പി അടിക്കുകയും പിന്നീട് അതിനെക്കുറിച്ച് കുറ്റബോധം തോന്നുകയും ചെയ്ത രാജു ടീച്ചറെ സമീപിച്ച് മാപ്പപേക്ഷിച്ചു. ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ രാജുവിന്റെ വ്യക്തിത്വത്തിന്റെ ഏത് ഘടകമാണ് അവനെ കൊണ്ട് മാപ്പപേക്ഷിക്കുവാൻ പ്രേരിപ്പിച്ചത്? ഈഗോ, ഇത്, സൂപ്പർ ഈഗോ, ഇലക്ട്രാ കോംപ്ലക്സ്. ആദർശ തലത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ ഒരു വ്യക്തിയെ പ്രേരിപ്പിക്കുന്നത് സൂപ്പർ ഈഗോ ആണ്. അപ്പൊ സൂപ്പർ ഈഗോയാണ് കുട്ടിയെ ഇങ്ങനെ ചെന്ന് മാപ്പ് പറയുവാൻ കുട്ടിയെ പ്രേരിപ്പിച്ചത്. അപ്പോൾ സി ആണ് ശരിയായ ഉത്തരം, സൂപ്പർ ഈഗോ. 20ാമത്തെ ചോദ്യം: പേഴ്സൺ വിത്ത് ഡിസാബിലിറ്റീസ് ആക്ട് അഥവാ PWD ആക്ട് പ്രാബല്യത്തിൽ വന്നത്. പേഴ്സൺ വിത്ത് ഡിസാബിലിറ്റീസ് ആക്ട് അഥവാ PWD ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഫ്രം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നേരത്തെ 2019 ഫെബ്രുവരിയിലെ കേട്ടറ്റ് കാറ്റഗറി 1-ന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വിശകലനം ചെയ്തപ്പോൾ ഈ ആക്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അവിടെ PWD ആക്ട് 1995-നെ കുറിച്ചും പറഞ്ഞിരുന്നു. ഏറ്റവും അവസാനം 2016-ൽ ഈ പേഴ്സൺസ് വിത്ത് ഡിസാബിലിറ്റീസിന് വേണ്ടിയിട്ട് അഥവാ ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് നിയമം നിർമ്മിച്ചിട്ടുണ്ട്. അതിന് മുമ്പുണ്ടായിരുന്ന നിയമമാണ് 1995-ലെ നിയമം, PWD ആക്ട് 1995. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ 1995 അഥവാ 1995 എന്ന് കാണുന്നില്ലല്ലോ, ചില സംശയമുണ്ടാവാം. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കെയിം ഇൻ ടു ഫോഴ്സ് എന്നാണ്, അഥവാ പ്രാബല്യത്തിൽ വന്നത് എന്നാണ്. ഈ ആക്ട് എപ്പോഴാണ് പ്രാബല്യത്തിൽ വന്നത്? 1995-ലാണ് നിയമം ഉണ്ടാക്കിയത്, ശരിയാണ്. പക്ഷേ 1996 ഫെബ്രുവരി 7-ാം തീയതിയാണ് ആ ആക്ട് നിലവിൽ വന്നത്, അഥവാ കെയിം ഇൻ ടു ഫോഴ്സ്, പ്രാബല്യത്തിൽ വന്നത്. അതുകൊണ്ട് എ ആണ് ഉത്തരം, 1996.